നമ്മുടെ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് ഡിഫോൾട്ട് ആൻഡ് റീപൊസിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഡിഫോൾട്ട് ആൻഡ് റീപൊസിഷൻ എന്നുള്ളൊരു ഏരിയയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡിഫോൾട്ട് എന്താ, റീപൊസിഷൻ എന്താ, ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപൊസിഷൻ എല്ലാം നമ്മൾ തിയറി പാർട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് തുടങ്ങുകയാണ്. പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഡിഫോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹയർ പർച്ചേസിലെ രണ്ട് പാർട്ടീസാണ് ഹയർ പർച്ചേസറും ഹയർ വെൻഡറും. ഹയർ പർച്ചേസർ ഹയർ വെൻഡർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണ്, ആ ഒരു പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയണത്? ഡിഫോൾട്ട് എന്ന് പറയണത് അല്ലേ. ഇനി ആ ഡിഫോൾട്ട് വരുത്തി ഹയർ പർച്ചേസർ എന്നുണ്ടെങ്കിൽ ഹയർ വെൻഡർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? അയാൾ സെല് ചെയ്തിട്ടുള്ള ഗുഡ്സിനെ ടേക്ക് ബാക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സോ അയാൾ അത്തരത്തിൽ ടേക്ക് ബാക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയണത്? അതിനെയാണ് നമ്മൾ റീപൊസിഷൻ എന്ന് പറയണത്. ഈ റീപൊസിഷൻ കംപ്ലീറ്റ് റീപൊസിഷനോ അല്ലെങ്കിൽ പാർഷ്യൽ റീപൊസിഷനോ ആവാം. ഹയർ വെൻഡർ അയാൾ സെല് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഗുഡ്സ് അല്ലെങ്കിൽ ഫുൾ അസറ്റ്സിനെ ടേക്ക് ബാക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് റീപൊസിഷനും. മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഹയർ പർച്ചേസറും ഹയർ വെൻഡറും കൂടി ഒരു എഗ്രീഡ് വാല്യൂവിൻ്റെ മീതിയാണ് കുറച്ച് ഭാഗേ തിരിച്ചെടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെന്തും പറയും? പാർഷ്യൽ റീപൊസിഷൻ എന്നും പറയും. സോ നമ്മൾ ഇവിടെ നോക്കാൻ പോണത് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ഡീൽ ചെയ്യുന്നത് കംപ്ലീറ്റ് റീപൊസിഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ചോദ്യത്തിൽ എന്താ പറയുന്നത് നോക്കാം, വായിച്ചു നോക്കാം. യെസ്, പി purchased a truck on hire purchase system for ₹56,000. പി എന്ന് പറയുന്നത് ആരാണ്? ഹയർ പർച്ചേസർ ആണ്. ഹയർ പർച്ചേസർ എന്ത് ചെയ്തിട്ടുണ്ട്? 56,000 രൂപയ്ക്ക്, 56,000 രൂപയാണ് ക്യാഷ് പ്രൈസ്. 56,000 രൂപയ്ക്ക് എന്ത് വാങ്ങി? അസറ്റ് എന്താ? ട്രക്ക്. ഒരു ട്രക്ക് വാങ്ങിയിട്ടുണ്ട്. ദെൻ അതിന് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് എത്ര രൂപ കൊടുത്തു? 15,000 രൂപ. 15,000 രൂപയാണ് എന്ത്? ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയണത്. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ്, എത്ര ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ട്? 3 ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ട്. 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എത്ര രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? 15,000 രൂപ. ഓക്കെ, എന്താ പറയണത്? പി എന്ന് പറയണത് ആരാണ്? ഹയർ പർച്ചേസറാണ്. അയാൾ ട്രക്ക് എന്ന് പറയുന്ന അസറ്റാണ് എടുക്കുന്നത്. ദെൻ 56,000 രൂപയാണ് ക്യാഷ് പ്രൈസ്, 15,000 രൂപയാണ് ഡൗൺ പേയ്മെൻറ്റ്. ദെൻ 15,000 രൂപ വീതം 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എന്ത് പേ ചെയ്യണത്? എമൗണ്ട് പേ ചെയ്യണത്. ദെൻ ഇൻട്രസ്റ്റ് ഇല്ലേ? ഉണ്ട്. ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജ് ആണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5%. 5% ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ മീതെ പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ്. ദെൻ ആ ഒരു അസറ്റിന് എന്തുണ്ട്? ഡിപ്രീസിയേഷൻ ഉണ്ട്. ഡിപ്രീസിയേഷൻ എത്ര ശതമാനമാണ്? 10% ഡിപ്രീസിയേഷൻ. ഈ 10% കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒറിജിനൽ കോസ്റ്റിൻ്റെ മീതെയല്ല. ഒറിജിനൽ കോസ്റ്റിൻ്റെ മീതെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എളുപ്പമാണ്. എങ്ങനെയാണ്? 20,000 രൂപയാണ് അസറ്റിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ 20,000-ൻ്റെ 10%ആണ് 1, 2, 3, 4 എന്ന് പറഞ്ഞ് എല്ലാ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണത് 2,000 രൂപ. പക്ഷേ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20,000 രൂപയാണ് അസറ്റ് പ്രൈസ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 10% എത്ര വരും? 2,000 രൂപ വരില്ലേ? ആ 2,000 രൂപ ആദ്യത്തെ വർഷം കുറയ്ക്കും. ബാക്കി എത്രയുണ്ട് അപ്പോൾ? അസറ്റിൻ്റെ വാല്യൂ 18,000 ആയില്ലേ? ആ 18,000-ൻ്റെ 10% 1,800 രൂപ രണ്ടാമത്തെ വർഷം കുറയ്ക്കും. ദെൻ ഈ 18,000-ന് 1,800 കുറച്ച് ബാക്കിയുള്ള എമൗണ്ടിൻ്റെ മീതെ തേർഡ് ഇയറിൽ കമ്പ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് കാണുന്നത്? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്നാലും ഒന്നുകൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ബാക്കി ക്വസ്റ്റ്യൻ. ബിക്കോസ് ഓഫ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് പി ആഫ്റ്റർ പെയ്ഡ് ഡൗൺ പേയ്മെൻറ്റ് ആൻഡ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ കുഡ് നോട്ട് പേ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. പി എന്ത് ചെയ്തു? ഡൗൺ പേയ്മെൻറ്റും കൊടുത്തു, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും കൊടുത്തു. പക്ഷേ എന്തിനു പറ്റിയില്ല? കുഡ് നോട്ട് പേ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. കുറച്ച് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസൊക്കെ കാരണം സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്തൊക്കെ കൊടുത്തു? ഡൗൺ പേയ്മെൻറ്റും ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും കൊടുത്തു. ഇനി
സോ അവിടെ എന്ത് വന്നു? സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഡിഫോൾട്ട്. അവിടെ ഒരു ഡിഫോൾട്ട് കമ്മിറ്റ് ചെയ്തു, പി. സോ ദ ഹയർ വെൻഡർ ഓർ ദ സെല്ലർ ഹി ടേക്ക് ബാക്ക് ദി ട്രക്ക്. അയാൾ എന്ത് ചെയ്തു? ആ ഒരു ട്രക്ക് എന്ന് പറയുന്ന അസറ്റ്, അതിൻ്റെ പൊസിഷൻ ടേക്ക് ബാക്ക് ചെയ്തു, അയാൾ തിരിച്ചെടുത്തു. ആ തിരിച്ചെടുത്ത അസറ്റിൻ്റെ മീതെ അയാളൊരു 357 രൂപ എന്തിനു വേണ്ടി ചിലവാക്കി? റിപ്പയേഴ്സിന് വേണ്ടി ചിലവാക്കി. അതേപോലെ ആ റിപ്പയേഴ്സിന് വേണ്ടി 357 രൂപ ചിലവാക്കി അയാൾ ആ പ്രൊഡക്റ്റ് എത്ര രൂപയ്ക്ക് റീസെല് ചെയ്തു? 110 രൂപയ്ക്ക്, 30,110 റുപ്പീസിന്, 30,110 രൂപയ്ക്ക് അയാൾ എന്ത് ചെയ്തു? അത് വീണ്ടും സെല് ചെയ്തു, അതായത് റീസെല് ചെയ്തു. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, നമ്മുടെ അടുത്ത് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഓപ്പൺ ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദി ബുക്സ് ഓഫ് ബോത്ത് പാർട്ടീസ് ടു റെക്കോർഡ് ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഹയർ പർച്ചേസറുടെയും ഹയർ സെല്ലറുടെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. സോ നോക്കാം, കുഞ്ഞിയ ക്വസ്റ്റ്യൻ തന്നെയാണ്, എളുപ്പമാണ്. സോ നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ആരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഹയർ പർച്ചേസറുടെയാണ്. ഹയർ പർച്ചേസർ എന്ന് പറയുന്നത് വാട്ട്സ് ഹിസ് നെയിം? ഹയർ പർച്ചേസറുടെ പേരെന്താ? പി. ഓക്കെ, അപ്പോൾ ഇൻ ദ ബുക്സ് ഓഫ് പി, ഹയർ പർച്ചേസറുടെ ബുക്കിൽ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുന്നത് ഏത് അക്കൗണ്ടാണ്? ഹയർ വെൻഡർ അക്കൗണ്ട്. പേര് കൊടുക്കണു നമ്മൾ ആദ്യം ഹയർ വെൻഡർ അക്കൗണ്ട്. ദെൻ എത്ര കോളംസ് പ്രൊവൈഡ് ചെയ്യണം? 6 കോളംസ് പ്രൊവൈഡ് ചെയ്യണം. ഫസ്റ്റ് വൺ ഡേറ്റ് ആണ്, സെക്കൻഡ് വൺ പർട്ടിക്കുലേഴ്സ് കോളാണ്, തേർഡ് വൺ എമൗണ്ട് കോളാണ്. ദെൻ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, ബോത്ത് സൈഡിലും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ലെഡ്ജേഴ്സ് എഴുതാൻ ജേർണൽസ് എഴുതാൻ പറഞ്ഞിട്ടില്ല. ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്താൽ മതി. പക്ഷേ ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ജേർണൽസ് അറിയണം, വേണ്ടേ? അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് മനസ്സിൽ റിവൈൻഡ് ചെയ്യാണ് ഓരോ എൻട്രീസ്, ആ എമൗണ്ട്സും റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇയറിൽ ഒന്നാമത്തെ വർഷം അസറ്റ് വാങ്ങണ്ടേ? അസറ്റ് വാങ്ങുമ്പോഴത്തെ ജേർണൽ എൻട്രി എന്താ? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട്. അപ്പോൾ ഹയർ വെൻഡർ അക്കൗണ്ടിൽ എന്ത് വരും? ബൈ അസറ്റ് എന്ന് വരില്ലേ? ഇവിടുത്തെ അസറ്റ് ട്രക്കാണ്. സോ ബൈ ട്രക്ക് എത്ര രൂപയാ? 56,000 രൂപ. ഇനി അസറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് പേ ചെയ്യണം? ഡൗൺ പേയ്മെൻറ്റ് പേ ചെയ്യണം. ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുമ്പോഴത്തെ ജേർണൽ എൻട്രി എന്താ? ആർക്കാണ് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നത്? ഹയർ വെൻഡർക്കാണ്. ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് എന്ന് എഴുതും. സോ ഡൗൺ പേയ്മെൻറ്റിൻ്റെ ജേർണൽ എൻട്രിയാണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യണത്. ഹയർ വെൻഡർ അക്കൗണ്ടിൽ ടു ബാങ്ക് എത്ര രൂപ? 15,000. ദെൻ അപ്പോൾ ആ ഒരു വർഷം അസറ്റ് വാങ്ങി ഡൗൺ പേയ്മെൻറ്റ് അടച്ചു. ഇനി എന്ത് വേണം? ഇൻട്രസ്റ്റ് ഡ്യൂ ആവും, ഇല്ലേ? ഇൻട്രസ്റ്റ് ഡ്യൂ ആവണത് ഇയർ എൻഡിങ്ങിലല്ലേ? അപ്പോൾ ആ ഒരു വർഷം ഇയർ എൻഡ് ചെയ്യാണ്, December 31. അപ്പോൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട്. ഇൻട്രസ്റ്റിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ഇൻട്രസ്റ്റ്? 5% ഇൻട്രസ്റ്റ്. അതിൽ 56,000 രൂപയായിരുന്നു എന്ത്? നമ്മുടെ ക്യാഷ് പ്രൈസ്. അതിലേക്ക് 15,000 രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട്. 56,000 രൂപ ആയിരുന്നു നമ്മുടെ ക്യാഷ് പ്രൈസ്. അതിലേക്ക് 15,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു. ബാക്കിയുള്ള 41,000 രൂപയുടെ 5% എന്ത് വന്നിട്ടുള്ളത്? 2,050 രൂപ എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 56,000 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട്, അതിലേക്ക് 15,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു. ബാക്കി 41,000-ൻ്റെ 5% എത്ര? 2,050 ഇൻട്രസ്റ്റ്. ഇനി എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കണം. ഇൻട്രസ്റ്റ് ഡ്യൂ ആയി, ഇനി ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കണ്ടേ? ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോൾ ജേർണൽ എൻട്രി എന്താ വരിക? ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ഓർ ക്യാഷ്. സോ ഹയർ വെൻഡറുടെ അക്കൗണ്ടിൽ എന്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്? December 31 ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ 15,000 കൊടുത്തിട്ടുണ്ട്. അത് എന്തിൻ്റെ എമൗണ്ടാണ്? ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യണേൻ്റെ. ഓക്കെ, സോ ഫസ്റ്റ് ഇയറിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാണ്. 56,000, 2,050, 58,050 രൂപ വരുന്നുണ്ട്. സോ ബാക്കി ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുമ്പോൾ ബാലൻസ് എത്രയാണ്? ബാലൻസിങ് ഫിഗർ ആണ് 28,050 രൂപ എന്നുള്ളത്. ഇനി ആ ഒരു ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തത് നമ്മൾ എന്ത് ചെയ്യാണ്? നെക്സ്റ്റ് ഇയറിൽ ബൈ ബാലൻസ് ബ്രോഡ് ഓൺ എഴുതി. എത്രയാണ്?
28,050 രൂപയായിരുന്നു അല്ലേ. 28,050 രൂപയാണ് ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞ് എഴുതിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു വർഷത്തെ സെക്കൻഡ് ഇയറിലെ എൻട്രീസ് റെക്കോർഡ് ചെയ്യണ്ടേ? സെക്കൻഡ് ഇയറിൽ എന്താ എൻട്രി? ഫസ്റ്റ് എൻട്രി എന്താ വരിക? ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത്. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോൾ ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട് ആണ്. സോ ഹയർ വെൻഡർ അക്കൗണ്ടിൽ എന്ത് വന്നു? ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് വന്നു. ബൈ ഇൻട്രസ്റ്റ് അക്കൗണ്ട് എത്ര രൂപ? 28,050ൻ്റെ 5%, 1,403 രൂപ. അതാണ് ഇൻട്രസ്റ്റ്. ഓക്കെ. ഇനി ആ ഒരു വർഷം അയാൾ ഇൻസ്റ്റാൾമെൻ്റ് അടച്ചോ? ഇല്ല, അയാൾക്ക് രണ്ടാമത്തെ വർഷം ഇൻസ്റ്റാൾമെൻ്റ് എമൗണ്ട് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഹയർ വെൻഡർ എന്ത് ചെയ്തു? ആ അസറ്റ് ടേക്ക് ബാക്ക് ചെയ്തു. അപ്പോൾ ആ അസറ്റ് തിരിച്ച് ഹയർ വെൻഡർ എടുക്കുമ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട്. അപ്പോൾ ഡിസംബർ 31 സെക്കൻഡ് ഇയറിൽ ഇവിടെ എന്ത് എഴുതി? ടു ട്രക്ക് അക്കൗണ്ട്. അസറ്റ് അയാൾ തിരിച്ചെടുക്കുകയാണ്. ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ട്രക്ക് അക്കൗണ്ട്. എത്രയാണ് ഇനി അടയ്ക്കാനുണ്ടായത്? 28,050 രൂപ ബാലൻസ് നിൽക്കുന്നുണ്ട്. 1,403 രൂപ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ മൊത്തം എമൗണ്ട് എത്രയാണ്? 29,453. ആ ഒരു എമൗണ്ടിന് അസറ്റ് എന്ത് ചെയ്യാണ്? അയാൾ തിരിച്ചെടുത്തു. ആ ഒരു എമൗണ്ടാണ് അസറ്റിന് ഇപ്പോൾ ഉള്ളത്, ട്രക്കിനുള്ളത്. അസറ്റ് എന്ത് ചെയ്തു? അയാൾ തിരിച്ചെടുത്തു. അപ്പോൾ ജേണൽ എൻട്രി ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ട്രക്ക് അക്കൗണ്ട്. സോ ഹയർ വെൻഡറുടെ അക്കൗണ്ടിൽ ടു ട്രക്ക് അക്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു. സോ ആ ഒരു അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോണത് ട്രക്ക് അക്കൗണ്ട് ആണ്. ട്രക്ക് അക്കൗണ്ട് മീൻസ് അസറ്റ് അക്കൗണ്ട്. അസറ്റ് അക്കൗണ്ടിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക? നേരത്തെ ഹയർ വെൻഡർ അക്കൗണ്ടിൽ നമ്മൾ എഴുതി അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി? അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട് എന്നല്ലേ. സോ ഹയർ വെൻഡർ അക്കൗണ്ടിൽ ബൈ അസറ്റ് അക്കൗണ്ട് എന്ന് വരുന്ന പോലെ തന്നെ അസറ്റ് അക്കൗണ്ടിൽ എന്ത് വരും? ടു ഹയർ വെൻഡർ അക്കൗണ്ട് എന്ന് വരില്ലേ? എത്ര രൂപയാണ്? ക്യാഷ് പ്രൈസ് 56,000 രൂപ. പിന്നെ അസറ്റിന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡിപ്രീസിയേഷൻ. 56,000 രൂപയുടെ 10% എത്രയാണ്? 5,600 ആ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ഇയർ എൻഡ് ചെയ്തു. അസറ്റ് അക്കൗണ്ടിൽ അത്രേ വരൂ. ഫസ്റ്റ് ഇയർ എൻഡ് ചെയ്തു. ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്? ബാലൻസിങ് ഫിഗർ ആണ് 50,400. അത് നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്തു. നെക്സ്റ്റ് ഇയറിൽ എന്ത് സംഭവിച്ചു? നെക്സ്റ്റ് ഇയറിലും ഡിപ്രീസിയേഷൻ വന്നു 10%. എന്തിൻ്റെ 10%? 50,400ൻ്റെ 10%. കാരണം എന്താ? ഒറിജിനൽ കോസ്റ്റിൻ്റെ മീതെയല്ല, അതായത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലല്ല നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണത്. ഏത് മെത്തേഡിലാണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ്. സോ ഡിപ്രീസിയേഷൻ എത്രയാണ്? 5,040. 50,400ൻ്റെ 10%, 5,040. ഇനി ഈ 5,040 രൂപ ഡിപ്രീസിയേഷൻ ഓൾറെഡി അസറ്റിന് സംഭവിച്ചു കഴിഞ്ഞു. അസറ്റ് എന്ത് ചെയ്തു? ഹയർ പർച്ചേസർ പേയ്മെൻറ്റ് ഡിഫോൾട്ട് ചെയ്തതുകൊണ്ട് ഹയർ വെൻഡർ തിരിച്ചെടുത്തു. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? ഹയർ വെൻഡർ അസറ്റ് റീപ്രോസസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ? ആരെ കൊണ്ടുപോകണത്? ഹയർ വെൻഡർ. അപ്പോൾ ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട്. ഇവിടുത്തെ അസറ്റ് ട്രക്ക് ആവുകൊണ്ട് ടു ട്രക്ക് അക്കൗണ്ട് എന്നല്ലേ വരിക. അപ്പോൾ ട്രക്ക് അക്കൗണ്ടിൽ നമ്മൾ എന്താ എഴുതുക? ബൈ ഹയർ വെൻഡർ. എത്ര രൂപയ്ക്ക് അയാൾ തിരിച്ചെടുത്തിട്ടുള്ളത്? നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. എത്ര രൂപയായിരുന്നു? 29,453 അല്ലേ. സോ ആ ഒരു എമൗണ്ട് എന്താണ്? അസറ്റ് ടേക്ക് ബാക്ക് ചെയ്തു. ബൈ ഹയർ വെൻഡർ 29,453 രൂപ. ദെൻ നമ്മൾ സെക്കൻഡ് ഇയർ എന്ത് ചെയ്യാണ്? ആ ഒരു ഇത് നോക്കി നമ്മൾ ബാലൻസ് ചെയ്യാണ്. ബാലൻസിങ് ഫിഗർ ആണ് 15,907 എന്നുള്ളത്. അതെന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ എന്ത് കഴിഞ്ഞു? നമ്മുടെ ഹയർ പർച്ചേസറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോണത് ഹയർ വെൻഡറുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. ഹയർ വെൻഡർ മീൻസ് സെല്ലറുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഫസ്റ്റ് അക്കൗണ്ട് ആർക്കാ പ്രിപ്പയർ ചെയ്യണത്? പിക്കാണ്, ഹയർ പർച്ചേസർക്കാണ്. ഹയർ പർച്ചേസർക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ ജേണൽ എൻട്രി? സെല്ല് ചെയ്യാണ് അല്ലേ, അസറ്റ് സെല്ല് ചെയ്യാണ്. അസറ്റ് സെല്ല് ചെയ്യുമ്പോൾ ആർക്കാ സെല്ല് ചെയ്യണത്? പിക്കാണ്. അപ്പോൾ പീസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ സെയിൽസ് അല്ലേ. അപ്പോൾ പിയുടെ അക്കൗണ്ടിൽ എന്താ ജേണൽ എൻട്രി? ടു ഹയർ സെയിൽസ്. എത്ര രൂപയാണ്? 56,000 രൂപ ക്യാഷ് പ്രൈസ്.
ദെൻ ഡൗൺ പേയ്മെൻറ്റ് കിട്ടുമ്പോൾ ജേണൽ എൻട്രി എന്താ? ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പീസ് അക്കൗണ്ട്, അങ്ങനെയല്ലേ വരിക? പി അല്ലേ നമുക്ക് തരുന്നത്. ഇവിടെ ഹയർ വെൻഡറെ സംബന്ധിച്ചാണ് നമ്മൾ നോക്കണം കേട്ടോ, സെല്ലറെ സംബന്ധിച്ചാണ് നോക്കണം. സെല്ലറെ സംബന്ധിച്ച് ഡൗൺ പേയ്മെൻറ്റ് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പീസ് അക്കൗണ്ട്. അപ്പോൾ പിയുടെ അക്കൗണ്ടിൽ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? ബൈ ബാങ്ക് അക്കൗണ്ട്. എത്ര രൂപ? 15,000 രൂപ. എന്ത് കിട്ടിയതാണ്? നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കിട്ടിയത് തന്നെയാണ്. ദ സെയിം എൻട്രി തന്നെയാണ് എന്തിനും വരിക? ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടിയതിനും. ഓക്കെ, 15,000 രൂപ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടി. സോ ജേണൽ എൻട്രി എന്താണ്? ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പീസ് അക്കൗണ്ട്. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നുണ്ട് ഇല്ലേ? നേരത്തെ നമ്മൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആയത് കാണിച്ചില്ലേ ഹയർ പർച്ചേസറുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ? അതേപോലെ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ എന്താ ജേണൽ എൻട്രി? ആരാണ്? പീസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് അല്ലേ? എത്ര രൂപയാണ്? 2,050 രൂപ. സോ നമ്മൾ എന്ത് ചെയ്തു? അസറ്റ് സെല്ല് ചെയ്തത് എഴുതി, ഡൗൺ പേയ്മെൻറ്റ് റിസീവ് ചെയ്തത് എഴുതി, ഇൻട്രസ്റ്റ് ഡ്യൂ ആയത് എഴുതി, ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടിയത് എഴുതി. ഇനി ഫസ്റ്റ് ഇയർ നമ്മൾ എന്ത് ചെയ്യാണ്? ബാലൻസ് ചെയ്യാണ്. 28,050 രൂപയാണ് ഫസ്റ്റ് ഇയർ ബാലൻസ് ചെയ്യുന്ന ഒരു ഫിഗർ. അതെന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? സെക്കൻഡ് ഇയറിലേക്ക് ബ്രോ ഡൗൺ ചെയ്യാണ്. സെക്കൻഡ് ഇയറിലേക്ക് ബ്രോ ഡൗൺ ചെയ്തു. ഇനി സെക്കൻഡ് ഇയറിൽ എന്താ ഉണ്ടായത്? ഇൻട്രസ്റ്റ് ഡ്യൂ ആയോ? ആയി. എത്ര രൂപയാണ് ഡ്യൂ ആയത് ഇൻട്രസ്റ്റ്? നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത സിമിലർ എമൗണ്ട് 1,403 രൂപയല്ലേ? ആ സിമിലർ എമൗണ്ട് എന്ത് ചെയ്യണം? ഇവിടെയും എഴുതണം. ദെൻ ഇപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആയി, പക്ഷേ ഹയർ പർച്ചേസർ എന്ത് തന്നില്ല? മിസ്റ്റർ പി എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ഹയർ പർച്ചേസർ ഇൻസ്റ്റാൾമെൻറ്റ് തന്നോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാണ്? ആ ഗുഡ്സ് ടേക്ക് ബാക്ക് ചെയ്യാണ്. ആ ഗുഡ്സ് ടേക്ക് ബാക്ക് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു പീസ് അക്കൗണ്ട്. പിയുടെ അക്കൗണ്ടിൽ നിന്ന് ഗുഡ്സ് റീപ്രോസസ് ചെയ്യുന്നു. സോ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ, അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. പി എന്നുള്ളതിനെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പീസ് അക്കൗണ്ട്. അപ്പോൾ പിയുടെ അക്കൗണ്ടിൽ എന്താ വരിക? ബൈ ഗുഡ്സ് റീപ്രോസസ്ഡ് എന്നല്ലേ? എത്ര രൂപയ്ക്കാണ് തിരിച്ചെടുത്തിട്ടുള്ളത്? എത്ര രൂപയുടെ ആണ് തിരിച്ചെടുത്തിട്ടുള്ളത്? 29,453 രൂപയുടെ അസറ്റ് അല്ലേ തിരിച്ചെടുക്കുന്നത്? അപ്പോൾ ആ ഒരു എമൗണ്ട് ഇവിടെ എഴുതി. ദെൻ രണ്ടാമത്തെ വർഷത്തോട് കൂടിയിട്ട് ആ ഒരു സെറ്റിൽമെൻറ്റ് അവിടെ അങ്ങനെ തീരുകയാണ്. അപ്പോൾ രണ്ടാമത്തെ വർഷം കഴിഞ്ഞു. ഇനി അപ്പോൾ പിയുടെ അക്കൗണ്ട് അവിടെ എൻഡ് ചെയ്തു. ഇനി നമ്മൾ എന്താ നോക്കണത്? ഹയർ വെൻഡറെ സംബന്ധിച്ച് ഈ തിരിച്ചെടുത്ത ഗുഡ്സ്, അതായത് ഗുഡ്സ് റീപ്രോസസ് ചെയ്യുന്നതിന് അയാൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ? ആ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ടിൽ എന്തെഴുതും? നമ്മൾ തിരിച്ചെടുക്കണു. ഗുഡ്സ് റീപ്രോസസ് ചെയ്യാണ്. എത്ര രൂപയ്ക്കാണ്? ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പീസ് അക്കൗണ്ട് ആണ്. സോ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ടിൽ എന്ത് വരും? ടു പീസ് അക്കൗണ്ട് എന്ന് വരും. എത്ര രൂപയാണ്? 29,453 രൂപ ആണ് അതിന് കോസ്റ്റ്. ദെൻ എത്ര രൂപ അതിന് ചിലവാക്കി അയാൾ? റിപ്പയേഴ്സിന് 357 രൂപ ചിലവാക്കി എന്ന് പറഞ്ഞോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ഈ 29,453 രൂപയുടെ ഗുഡ്സ് തിരിച്ചെടുത്ത് അതിന് 357 രൂപ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചിലവാക്കിയിട്ടുണ്ട്. ആ എമൗണ്ട് എന്ത് ചെയ്യാണ്? നമ്മൾ ഇവിടെ ഡെബിറ്റ് ചെയ്യാണ്. ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ടിൽ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, അത് എക്സ്പെൻസ് ആണ്. ഓക്കെ, എത്ര രൂപ? 357 രൂപ. സോ പിന്നെ എന്താ സംഭവിക്കുന്നത്? ആ ഒരു വർഷം ഈ തിരിച്ചെടുത്ത ഗുഡ് അയാൾ 30,110 രൂപയ്ക്ക് വിൽക്കുകയാണ്. 30,110 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ജേണൽ എൻട്രി എന്താ? ഗുഡ്സ് സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട്. സെല്ല് ചെയ്യാണ് ഈ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ടിൽ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട്. അപ്പോൾ എന്താ ജേണൽ എൻട്രി? ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ടിൽ നമ്മൾ എന്താ എഴുതുക? ബൈ സെയിൽസ് 30,110 രൂപയുടെ ഗുഡ്സ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു അക്കൗണ്ട് ഇവിടെ ബാലൻസ് ചെയ്യാണ്. ബാലൻസിങ് ഫിഗർ വരുന്നത് 300 രൂപയാണ്. ഈ 300 രൂപ നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ഒരു ഇത് വരയ്ക്കുന്നു നമ്മൾ. ബൈ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ആ ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള 300 രൂപ അതിലും കാണിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ പ്രോബ്ലം എൻഡ് ചെയ്യാണ്.
സോ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്, ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. പക്ഷേ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ജേണൽ എൻട്രീസ് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഞാൻ PDF നോട്ട്സുകൾ PPTs എല്ലാം ഷെയർ ചെയ്തിട്ടുള്ളതാണ് പ്രീവിയസ് ക്ലാസ്സുകളിൽ. ആ PPT അതേപോലെ PDF അതിൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ടുള്ള ഓഡിയോസ് എല്ലാം കേട്ട് ജേണൽ എൻട്രീസ് തുറക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ. ഓക്കെ, സോ കംപ്ലീറ്റ് റീപൊസിഷൻ എന്ന് പറയുന്ന ഏരിയ, ഡിഫോൾട്ട് ആൻഡ് റീപൊസിഷനിലെ കംപ്ലീറ്റ് റീപൊസിഷൻ്റെ പാർട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ എൻഡ് ചെയ്യാണ്. ദെൻ ദ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായിരിക്കും, ബാക്കി ഭാഗം പാർഷ്യൽ റീപൊസിഷൻ ആയിരിക്കും. അതോട് കൂടിയിട്ട് നമ്മുടെ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എൻഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.